ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഡക്ക് വെക്കുമ്പോൾ ചെറിയൊരു ചേർച്ചോവയൊക്കെ വരും. നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചേർച്ചോവയൊന്നും വരത്തില്ല. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാവും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്പെഷ്യൽ നാടൻ ഡക്ക് റോസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനാണ് താറാവ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ രണ്ട് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി തൊലിയും അരിയും കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഒടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഏറെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ഡക്കിന് ചിക്കനേക്കാളിൽ വേവുള്ളത് കൊണ്ട് നമ്മളിത് കുക്കറിനകത്തിട്ടാണ് വേവിക്കുന്നത്. അത് ഞാൻ കുക്കറിനകത്തോട്ട് ഡക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിലാണ് ഇത് വേവേണ്ടത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി 2 സീറ്റി ഇടാം. ഈ ഡക്ക് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. കത്തിച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. മറ്റെണ്ണയെക്കാട്ടും വെളിച്ചെണ്ണയാണ് തന്നെ നല്ലത്. അപ്പോൾ ഗൈസ്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നല്ലോണം പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴണ്ടോട്ടെ. മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴണ്ടോട്ടെ. അടച്ചു വെക്കാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവൊക്കെ. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തിക്കൊന്ന് മാറിക്കോട്ടെ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഡക്ക് ചേർത്ത് കൊടുക്കാം. ഡക്കിൻ്റെ വെള്ളം ഉൾപ്പെടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ.
അപ്പോൾ ഗൈസ് നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്ക് സേവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ് അച്ഛ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അച്ഛ കഴിച്ചോ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അഭിപ്രായം. എങ്ങനെയുണ്ട് അച്ഛാ? താറാവ് റോസ്റ്റ് സൂപ്പർ.